പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇനിയിപ്പോൾ നമ്മൾ അടുത്തത് പോകുന്നത് സംസ്ഥാന നിയമസഭയിലേക്കാണ്. അപ്പൊ സംസ്ഥാന നിയമസഭയിലേക്ക് വരികയാണെങ്കിൽ രാഷ്ട്രീയ കേസ് പ്രതികളുടെ പരോളിനെ ചൊല്ലി ഇളകി മറിഞ്ഞു ഇന്ന് നിയമസഭ. നോക്കാം പരോളിലെ പോര്. TP കേസിലെയും അതുപോലെ പയ്യന്നൂർ ബോംബ് കേസിലെയും പ്രതികൾക്ക് തുടർച്ചയായ പരോൾ ലഭിക്കുന്നത് ചൂണ്ടിക്കാട്ടി KK രമ നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസ് തള്ളിയതോടെയാണ് പ്രതിഷേധങ്ങൾക്ക് തുടക്കമായത്. ഡയസിലേക്ക് ഇരച്ചുകയറാൻ പ്രതിപക്ഷം ശ്രമിച്ചു. പ്രതിപക്ഷത്തിന്റെ ബാനറിനെയും പ്ലക്കാർഡിനെയും ചൂണ്ടി പരിഹസിക്കാൻ സ്പീക്കറും രംഗത്ത് വന്നു. വിഷയദാരിദ്ര്യമാണ് പ്രതിപക്ഷത്തിനെന്ന് മന്ത്രി MB രാജേഷും പരിഹസിച്ചു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനറിയാം ഈ വിഷയം ചർച്ചയ്ക്ക് നോക്കൂ, പ്ലക്കാർഡുകൾ നോക്കൂ, ചർച്ചയ്ക്ക് ധൈര്യമില്ലേ? അതിനർത്ഥം നിങ്ങൾക്ക് തന്നെ അറിയാം ചർച്ച എടുക്കില്ലെന്ന്. കാരണം ചർച്ചയ്ക്ക് എടുക്കാൻ സാധിക്കാത്ത പോയിന്റ് കൊണ്ടുവന്ന് നിങ്ങൾ പ്ലക്കാർഡ് ഉയർത്തുകയാണ്. അപ്പൊ അതിൽ വളരെ ക്ലിയർ ആണ്, പ്രീ പ്ലാൻഡ് ആണ്. വസ്ത്രം ഉരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ശ്രീ PK ബഷീറിനോട് അഭ്യർത്ഥിക്കാനുള്ളത് അദ്ദേഹത്തെ താങ്ങണം, അദ്ദേഹത്തിന്റെ ഉടുമുണ്ട് കാക്കണമെന്നാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള ചർച്ച ചെയ്യാൻ ധൈര്യപ്പെടാതെ സഭയിൽ നിന്ന് നിങ്ങൾ ഇറങ്ങി ഓടിയത് മടിയിൽ സ്വർണത്തിന്റെ ഭാരമുള്ളത് കൊണ്ടായിരുന്നോ? പയ്യന്നൂരിൽ പോലീസിനെ സ്റ്റീൽ ബോംബെറിഞ്ഞ് കൊല്ലാൻ മടിക്കാത്ത, അതിനുവേണ്ടി ശ്രമിക്കാൻ മടിക്കാത്ത പ്രതികളെ വീണ്ടും ജയിലിൽ നിന്ന് പരോളിൽ ഇറക്കി വിടുന്നത് വീണ്ടും കുഞ്ഞുകൃഷ്ണനെ വധിക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ള ഗൗരവമായ സംശയം പയ്യന്നൂരിൽ നിലനിൽക്കുകയാണ്. വിഷയവുമായി ബന്ധപ്പെടുന്ന സഭയിലും കലുഷമായിരുന്നു. നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എന്താണ് പരോള്? എങ്ങനെയാണ് ഈ പരോള് പ്രതികൾക്ക് ലഭിക്കുന്നത്? എന്താണ് പ്രതിപക്ഷത്തിന്റെ ഇപ്പോഴത്തെ പ്രതിഷേധത്തിന്റെ കാരണം? ഇതാണ് ഇന്ന് ഹൈഫൈവ് കുറച്ച് വിശദമായി തന്നെ ചർച്ച ചെയ്യാൻ പോകുന്നത്. നോക്കൂ, ജയിൽ ശിക്ഷ ലഭിച്ചതിന് ശേഷം എന്താണ് പരോൾ, എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ജയിൽ ശിക്ഷ ലഭിച്ചതിനു ശേഷം കുറ്റവാളികളെ നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ നിശ്ചിത കാലത്തേക്ക് താൽക്കാലിക വിടുതൽ നൽകുന്നതിനെയാണ് നമ്മൾ പരോൾ എന്ന് പറയുന്നത്. എങ്ങനെയാണ് പരോൾ? നല്ല പെരുമാറ്റം, അതേപോലെ തന്നെ അടിയന്തര സാഹചര്യം, കുടുംബപരമായ ആവശ്യങ്ങൾ എന്നിവയൊക്കെയാണ് സാധാരണയായി പരോളായി ജയിൽ ശിക്ഷ അനുവദിക്കുന്നവർക്ക് പരോൾ നൽകാനുള്ള കാരണങ്ങൾ. ഇനി അടുത്ത ബന്ധുക്കളുടെ വിവാഹം, അതേപോലെ മരണം തുടങ്ങിയ സമയത്ത് പരോൾ നൽകുന്നതിനൊപ്പം തന്നെ നല്ല പെരുമാറ്റം ചൂണ്ടിക്കാട്ടി നിശ്ചിത ഇടവേളകളിൽ പരോൾ നൽകുന്നത് സാധാരണവുമാണ്. എന്നാൽ ഇപ്പോ പ്രതിപക്ഷം പ്രതിഷേധം ഉയർത്തുന്നതിന് കാരണങ്ങളുണ്ട്. എന്താണ് ആ കാരണങ്ങൾ? നോക്കൂ, 3 കേസുകളാണ് ഇപ്പോൾ പരോളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലുള്ളത്. ഒന്ന് TP കേസാണ്. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് തുടർച്ചയായി പരോൾ ലഭിക്കുന്നതാണ്. രണ്ടാമത്തേത് പയ്യന്നൂർ ബോംബ് കേസാണ്. ഈ പയ്യന്നൂർ ബോംബ് കേസിലെ പ്രതിക്ക് പരോൾ ലഭിച്ചത്. മൂന്നാമത്തേത് നമുക്കറിയാവുന്ന പോലെ പെരിയ ഇരട്ടക്കൊലപാതക കേസാണ്. പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതിക്ക് പരോൾ ലഭിച്ചതും പ്രതിപക്ഷം ഉയർത്തുന്നു. അപ്പം ഈ 3 കേസിലും CPIM പ്രവർത്തകരോ നേതാക്കളോ ആണ് പ്രതികൾ. ഇത് ഉയർത്തിക്കാട്ടിയാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. ഇനി പരോൾ ആർക്കൊക്കെ എങ്ങനെ നൽകും? അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ദേശീയ സുരക്ഷ പ്രശ്നമുള്ള കേസുകളിലോ അതല്ലെങ്കിൽ കുട്ടികളുമായും സ്ത്രീകളുമായും ബന്ധപ്പെട്ട കേസുകളിലും ഉള്ളവർക്കോ പരോൾ സാധാരണ അനുവദിക്കാറില്ല. നല്ല പെരുമാറ്റമുള്ളവർ, അതേപോലെ തന്നെ 2.5 മാസം ശിക്ഷയ്ക്ക് 2.5 മാസം ശിക്ഷ അനുവദിച്ചാൽ 15 ദിവസം പരോൾ നൽകുന്നതാണ് കേരളത്തിലെ സാധാരണ ഒരു രീതി. അതായത് ഒരാൾ 2.5 മാസം ശിക്ഷ അനുഭവിക്കുകയാണെങ്കിൽ അയാൾക്ക് 15 ദിവസം പരോൾ കൊടുക്കാം. അതാണ് സാധാരണ കേരളത്തിലൊരു രീതി. ഇതാണ് ഈ കേസുകളിലെ പ്രതികൾക്കും നൽകിയതെന്നാണ് ജയിൽ അധികാരികളുടെ വാദം. ഇനി അർജുനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. ഇന്നത്തെ സഭയിലെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നു എന്ന്. അർജുൻ, ഗുഡ് ഈവനിങ്. പരോള് നൽകുന്നത് നിയമപരമാണെന്ന് പറയുമ്പോഴും CPIM പ്രവർത്തകർ പ്രതികളാകുന്ന കേസുകൾ ചൂണ്ടിക്കാട്ടി ഈ വിഷയം സജീവ ചർച്ചയാക്കാനാണ് UDFന്റെ തീരുമാനം. ഇപ്പൊ പോലീസിനെ ആക്രമിച്ച കേസിൽ 20 വർഷം തടവ് ശിക്ഷ ലഭിച്ച പ്രതികളും പരോളിൽ ഉണ്ടെന്നതും ക്രൂര കൊലപാതക കേസിലെ കുറ്റവാളികൾക്ക് തുടർച്ചയായി പരോൾ ലഭിക്കുന്നതും ഒക്കെയും ചർച്ചയാക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനമെന്ന് ഇന്നത്തോടെ വ്യക്തമായി കഴിഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ഈ വിഷയവുമായുള്ള പ്രതിപക്ഷത്തിന്റെ മുന്നോട്ട് പോക്ക്? ഇന്ന് സഭയിൽ നടന്ന കാര്യങ്ങളെ എങ്ങനെ വിലയിരുത്താം അർജുൻ? സേതു, പയ്യന്നൂരിൽ പോലീസിനെ ആക്രമിച്ച പ്രതികൾക്ക് 20 വർഷമായിരുന്നു തടവ്. പക്ഷേ അവർക്ക് പരോൾ നൽകിക്കൊണ്ടാണ് ഉത്തരവ് ഉണ്ടായിട്ടുള്ളത്. അത് സ്വാഭാവികമായിട്ടുള്ള നടപടിയാണെന്ന് സർക്കാർ വിശദീകരിക്കുമ്പോഴും അത് വലിയ രാഷ്ട്രീയമായിട്ടുള്ള വിഷയമായി തന്നെ ഉയർത്താനുള്ള തീരുമാനത്തിലാണ് പ്രതിപക്ഷം ഉള്ളത്. നിലവിൽ തന്നെ പെരിയ കേസിലെ പ്രതികൾക്ക് കൂടി പരോൾ അനുഭവിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനിടയ്ക്കാണ് ഇങ്ങനെ പോലീസിന് നേരെ സ്റ്റീൽ ബോംബ് എറിഞ്ഞ പ്രതികൾക്ക് 20 വർഷം
തടവിന് ശിക്ഷിച്ച പ്രതികൾക്ക് കൂടി ഇത്തരത്തിൽ പരോൾ അനുവദിക്കുന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള പ്രതിപക്ഷത്തിന്റെ സമരം. സാധാരണ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം സഭ സ്തംഭിപ്പിക്കുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതെങ്കിൽ ഇന്ന് സമരം നടത്തുന്നു ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട്. അതേ സമയത്ത് സഭാ നടപടികളോട് സഹകരിക്കുമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട നിലപാട്. പക്ഷേ ഈ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിക്കാനായിരുന്നു പ്രതിപക്ഷത്തിന്റെ നീക്കം. പക്ഷേ അടിയന്തര പ്രാധാന്യം ഈ വിഷയത്തിന് ഇല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്പീക്കർ തുടക്കത്തിൽ തന്നെ ഈ വിഷയം നിഷേധിക്കുകയാണ് ഉണ്ടായത്. ആ ഘട്ടത്തിലാണ് വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. എന്തുകൊണ്ട് ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുന്നില്ല എന്നുള്ള ബാനർ ഉയർത്തിക്കൊണ്ടായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. നമുക്കറിയാം 18 അടിയന്തര പ്രമേയ നോട്ടീസുകൾ ചർച്ചയ്ക്കെടുത്ത സർക്കാരാണ് ഇത്. ആ സർക്കാരിന് എന്തുകൊണ്ട് ഈ വിഷയം ചർച്ചയ്ക്കെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ചോദ്യം. അതായത് പ്രതിപക്ഷ നേതാവ് ഇന്ന് ചോദിച്ചത് സർക്കാരിന് സൗകര്യമുള്ള വിഷയം മാത്രമായിരിക്കുമോ ചർച്ചയ്ക്ക് എടുക്കുക എന്നുള്ള ചോദ്യമാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ സർക്കാരിന്റെ നിലപാട് പൂർണ്ണമായിട്ടും മാനദണ്ഡങ്ങളും നിയമങ്ങളും പാലിച്ചുകൊണ്ടാണ് ഈ പയ്യന്നൂരിലെ കേസിലെ പ്രതികൾക്ക് ഈ പരോൾ അനുവദിച്ചതെന്നായിരുന്നു സർക്കാരിൻ്റെ നിലപാട്. പക്ഷേ അതിൽ നിന്നും തൃപ്തരാകാത്ത പ്രതിപക്ഷത്തെയാണ് ഇന്ന് കണ്ടത്. ഡയസിന് മുകളിൽ കയറാനുള്ള ശ്രമം പോലും പ്രതിപക്ഷ നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. ആ രീതിയിൽ ആഭ്യന്തര വകുപ്പിന് ഏതെങ്കിലും തരത്തിൽ കടിഞ്ഞാണില്ല. CPM-ന്റെ പ്രതികൾക്ക് പൂർണ്ണമായിട്ടുള്ള സംരക്ഷണം നൽകുന്ന നിലപാടാണ് സർക്കാരിന് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു പ്രതിപക്ഷ ഇന്നത്തെ പ്രതിഷേധം. അതിനുശേഷം ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള ബജറ്റിന്മേലുള്ള ചർച്ച നടക്കേണ്ട ദിവസമാണ്. ഇന്ന് സർക്കാരിനെതിരെ ഒരുപാട് വിമർശനങ്ങൾ പ്രതിപക്ഷത്തിന് ഉള്ള ദിവസം കൂടിയാണ്. പക്ഷേ ബജറ്റ് ചർച്ച പോലും നടത്താതെ ഇന്ന് പ്രതിപക്ഷം ആ സഭാ നടപടികൾ പൂർണ്ണമായും ബഹിഷ്കരിക്കുന്നതാണ് കണ്ടത്. അതാണ് സർക്കാർ അല്ലെങ്കിൽ ഭരണപക്ഷം ഒരു ആയുധമായി എടുക്കുകയും ചെയ്തത്. BJP-ക്കെതിരെ വിമർശനമുണ്ട്. കേന്ദ്ര ബജറ്റിനെതിരായിട്ടുള്ള BJP-ക്കെതിരായിട്ടുള്ള വിമർശനം പോലും ചൂണ്ടിക്കാണിക്കാതെ സഭയിൽ നിന്ന് ഒളിച്ചോടുകയാണ് പ്രതിപക്ഷം ചെയ്തതെന്നുള്ള വിമർശനമാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. എന്ന് മാത്രമല്ല ബജറ്റിൽ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള നല്ല അർജുൻ, ശരി, വ്യക്തമാണ്. അപ്പോൾ ഇന്ന് നിയമസഭയിൽ നടന്ന കാര്യങ്ങൾ വ്യക്തമാക്കുകയായിരുന്നു നമ്മുടെ അർജുൻ തിരുവനന്തപുരത്ത് നിന്ന്.